Good morning. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണ്? ഓക്കെ. എടുക്കുന്ന പോർഷൻസ് ഒക്കെ നിങ്ങൾ അന്ന് തന്നെ വായിച്ചു വെക്കുന്നില്ലേ? ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഏതാണ്? പ്രോബ്ലംസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് അല്ലെ? അതിന്റെ 4 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പാറ്റേണിസം ചാർജ്, എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ആണ് എംപ്ലോയറിനെ സംബന്ധിച്ച്. ബിക്കമിങ് ന്യൂ ട്രെൻഡ്, മൂന്നാമത്തെ പോയിന്റ് എന്താ? ബിക്കമിങ് ന്യൂ ട്രെൻഡ്, ഇതൊരു പുതിയ ട്രെൻഡ് ആയി മാറുന്നു. പിന്നെ അടുത്തത് 4ാമത്തെ പോയിന്റ് എന്താണ്? പ്രശ്നം ഹാൻഡ്ലിംഗ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ്, ഉത്പാദനക്ഷമത കുറഞ്ഞ എംപ്ലോയീസിന്റെ കൈകാര്യം അല്ലെ? ഇതെല്ലാം ഏത് വരുന്നതാണ്? നമ്മള് എംപ്ലോയി ബെനിഫിറ്റ്സിൽ വരുന്ന പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. 4 പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. 5ാമത്തെ നോക്കിയേ, അവോയ്ഡിങ് അതർ എംപ്ലോയി ഫങ്ഷൻസ്. എന്താ പറഞ്ഞേക്കുന്നേ? അവോയ്ഡിങ്, ഒഴിവാക്കുക, എംപ്ലോയിയുടെ മറ്റുള്ള പ്രവർത്തനങ്ങളെ ഒഴിവാക്കുന്നു. അതൊരു പ്രശ്നമാണ്. എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 5ാമത്തെ പോയിന്റ് എന്താണ്? അവോയ്ഡിങ് അതർ എംപ്ലോയി ഫങ്ഷൻസ്, എംപ്ലോയിയുടെ മറ്റു പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ചെയ്യുന്നു. While paying attention towards the employee benefits and the services, the employer generally become more focused on its provision and administration. കണ്ടോ? ഈ നമ്മള് എംപ്ലോയിയുടെ ബെനിഫിറ്റ്സ്, സർവീസ്, അതില് നമ്മള് എംപ്ലോയർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. അപ്പൊ അതായത് എംപ്ലോയർ ഏതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ആ എംപ്ലോയിക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളിലും അവർക്ക് കൊടുക്കുന്ന സർവീസിലും മാത്രമാണ് ഈ എന്താ, അതിനാണ് എംപ്ലോയർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ വ്യവസ്ഥയ്ക്കും അതിന്റെ നടത്തിപ്പിലും പ്രൊവിഷൻ, മോർ ഫോക്കസ്ഡ് ഓൺ ഇറ്റ്സ് പ്രൊവിഷൻ. ഇറ്റ്സ് എന്ന് പറഞ്ഞ ഏതിന്റെയാ? എംപ്ലോയിയുടെ ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ്, ആ ഒരു വ്യവസ്ഥയ്ക്കും ഭരണത്തിനുമാണ് ഈ എംപ്ലോയർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. In such cases, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക? Other aspects of the personal programs are fully neglected or at least attention is paid to them. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താ? മറ്റ് പ്രധാനപ്പെട്ട നമ്മുടെ എംപ്ലോയിയുമായി ബന്ധപ്പെട്ടുള്ള വികസന പരിപാടികള്, അതിന്റെ മറ്റു വശങ്ങള് കണ്ടോ? In such cases, other aspects of personal program are fully neglected. കണ്ടോ? അപ്പൊ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഈ ബെനിഫിറ്റ്സിനും സർവീസിനും കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ എംപ്ലോയിയുടെ മറ്റ് വികസന പരിപാടികളെ എന്ത് ചെയ്യുന്നു? അവരെ നെഗ്ലക്ട് ചെയ്യുന്നു, അതിനെ അവഗണിക്കപ്പെടുകയാണ്. ആ വശങ്ങളൊന്നും നോക്കുന്നില്ല അവിടെ. അപ്പൊ അങ്ങനെ വരുമ്പോഴോ കോൺസിക്വന്റ്ലി, തൽഫലമായിട്ട്, ഡ്യൂ ടു ഓവർ എംഫസൈസിങ് ഓൺ ദീസ് ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ്, അപ്പൊ അങ്ങനെ വരുമ്പോ എംപ്ലോയർ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങള്, അവരുടെ സർവീസിന്റെ ഒക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മോർ എംഫസൈസിങ്, കൂടുതൽ ഊന്നൽ നൽകുന്നത്. അപ്പൊ എംപ്ലോയിക്ക് എന്ത് തോന്നും? എംപ്ലോയി ഓഫൺ ഡെവലപ്പ് എ കൺസേൺ ഫോർ ദെയർ ഫ്യൂച്ചർ സെക്യൂരിറ്റി, അവരുടെ ഭാവി സുരക്ഷ, അതിനെ കുറിച്ച് അവർക്ക് ആശങ്ക ഉണ്ടാവുന്നു. ഇൻസ്റ്റഡ് ഓഫ് പ്രസന്റ് പ്രൊഡക്ടിവിറ്റി, അപ്പൊ നിലവിലെ അവരുടെ ഉൽപാദനക്ഷമതയേക്കാൾ അവരുടെ ഭാവി സുരക്ഷിതത്തെ കുറിച്ച് കൂടുതൽ ചിന്തകൾ ഉണ്ടാകും. എംപ്ലോയിക്ക് കൂടുതൽ ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ നോക്കിയേ? അപ്പൊ ഈ 5ാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത് എംപ്ലോയിക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ് സർവീസിൽ മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എംപ്ലോയിയുടെ മറ്റ് കാര്യങ്ങളില്, അവർക്കുടെ മറ്റുള്ള പേഴ്സണൽ പ്രോഗ്രാംസ് അല്ലെ, അവർക്കുടെ മറ്റുള്ള വികസന പരിപാടികള്, അപ്പൊ എംപ്ലോയിയുടെ പ്രധാനപ്പെട്ട വികസന പരിപാടികൾ, ആ ഒരു വശങ്ങള് പൂർണ്ണമായി നെഗ്ലക്ട് ചെയ്യും. ആ ഒരു ഭാഗം ഒന്നും നോക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് എംപ്ലോയിക്ക് അവരുടെ ഫ്യൂച്ചർ സെക്യൂരിറ്റിനെ കുറിച്ച് ആശങ്ക വികസിക്കുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതെല്ലാവരും നമ്മള് എംപ്ലോയി ബെനിഫിറ്റ്സിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഇനി അടുത്തൊരു ഹെഡിങ് നോക്കിയേ, എംപ്ലോയി റിലേഷൻസ്. എംപ്ലോയി റിലേഷൻസ്. കോൺസെപ്റ്റ് ഓഫ് എംപ്ലോയി റിലേഷൻസ്. എന്താണ് ഒരു എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത്?
Employee relations are also known by different names. Employee relatione നമുക്ക് മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ? ഇൻഡസ്ട്രിയൽ റിലേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടേ എക്സാമിന് ചോദിക്കാം കേട്ടോ. Employee relations are also known as industrial relation, labor management relation and labor relation. ഇങ്ങനെ പല സ്ഥലങ്ങളിലും എന്താണ് എംപ്ലോയി റിലേഷനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അത് മൂന്നും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എന്തൊക്കെയാ പേരുകള്? ഇൻഡസ്ട്രിയൽ റിലേഷൻ, ലേബർ മാനേജ്മെന്റ് റിലേഷൻസ്, ലേബർ റിലേഷൻ എന്നെല്ലാം അറിയപ്പെടുന്നു. അണ്ടർലൈൻ ചെയ്തോ? ഫസ്റ്റ് സെന്റൻസ് കേട്ടോ. It is distinguished by the prompt changes, industrial turbulence, and colliding philosophies both nationally and internationally, and hence represent one of the most intricate challenges for the modern industrial society. ഇവിടെ നോക്കിയേ, ഇത് ദേശീയ both nationally and international, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങള്, പ്രോംപ്റ്റ് ചേഞ്ചസ്. ഇങ്ങനെ both nationally and internationally, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങള്. ഇൻഡസ്ട്രിയൽ ടർബുലൻസ് എന്ന് വെച്ചാൽ ഈ വ്യവസായ മേഖലയിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ, ഇൻഡസ്ട്രിയൽ ടർബുലൻസ്. And colliding philosophies, സംഘർഷം ഉണ്ടാക്കുന്ന തത്വചിന്തകൾ. അപ്പൊ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങള്, വ്യവസായ ക്രമക്കേടുകള്, പിന്നെ അതുപോലെ തന്നെ സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള തത്വചിന്തകള്. ഇതെല്ലാനുമായിട്ട് ഇൻഡസ്ട്രിയൽ റിലേഷനെ വേർതിരിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷ്ഡ്. And hence represent one of the most intricate എന്ന് പറഞ്ഞാൽ സങ്കീർണമായ challenges for the modern industrial society. ആധുനിക വ്യവസായ സമൂഹത്തില് ഉണ്ടാകുന്ന ആ വെല്ലുവിളികള്, ഈ സങ്കീർണമായിട്ടുള്ള മാറ്റങ്ങള്, വെല്ലുവിളികളെ ഇത് പ്രതിനിധീകരിക്കുന്നു. And hence represent one of the most intricate എന്ന് പറഞ്ഞാൽ സങ്കീർണമായ ആധുനിക വ്യവസായ സാമൂഹിക രംഗത്ത്, സമൂഹത്തിലെ ഏറ്റവും ഒരു സങ്കീർണമായ വെല്ലുവിളികളെ ഇത് പ്രതിനിധീകരിക്കുന്നു. ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് പ്രോസസ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്തിനെയൊക്കെ ബേസ്? സോഷ്യൽ പാറ്റേൺസ്, ദ എക്കണോമിക് സിസ്റ്റം ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ സോഷ്യൽ സൊസൈറ്റൽ എന്നാണ്, സോഷ്യൽ അല്ല, സൊസൈറ്റൽ പാറ്റേൺസ്, സാമൂഹിക ബന്ധങ്ങള്, എക്കണോമിക് സിസ്റ്റം, സാമ്പത്തിക വ്യവസ്ഥ, ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, രാഷ്ട്രീയ സംഘടനകള് എന്നിവയെ അടിസ്ഥാനമാക്കി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത്. It is constantly changing process. എന്തിനെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ്? സാമൂഹിക ബന്ധങ്ങള്, സാമ്പത്തിക വ്യവസ്ഥ, പൊളിറ്റിക്കൽ രാഷ്ട്രീയ സംഘടനകള് എന്നിവയെ, നമ്മുടെ രാജ്യത്തിന്റെ എന്നിവയെ അടിസ്ഥാനമാക്കി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത്. അതിൽ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. The term industrial relation is made up of two words. ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് രണ്ട് വേർഡ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിന് തന്നെ അറിയാം, ഇൻഡസ്ട്രി ആൻഡ് റിലേഷൻ. ഏതൊക്കെയാ ആ രണ്ട് വേർഡ്സ്? ഏതൊക്കെയാ? ഇൻഡസ്ട്രി, റിലേഷൻ. ആ രണ്ട് വേർഡുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞ ടെർമ് ഡിറൈവ് ചെയ്തേക്കുന്നത്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? The fruitful and creative activity that involves the individual or group of people. കണ്ടോ, ഒരു കൂട്ടം ആളുകളില് അല്ലെങ്കിൽ ഒരു വ്യക്തികള് ഉൾപ്പെടുന്ന ഒരു ക്രിയേറ്റീവ്, സർഗാത്മകമായിട്ടുള്ള, ഫലപ്രദമായിട്ടുള്ള, ഫ്രൂട്ട്ഫുൾ ആൻഡ് ക്രിയേറ്റീവ് ആക്ടിവിറ്റി, അതാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്.
ഒരു ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ ഉൾപ്പെടുന്ന ഒരു സംഘാത്മകമായിട്ടുള്ള ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്ഫുൾ ഫലപ്രദമായിട്ടുള്ള ആ പ്രവർത്തനങ്ങളെയാണ് ഇൻഡസ്ട്രി എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി റിലേഷൻ എന്ന് പറഞ്ഞ എന്താ? റിലേഷൻ ഡിനോട്ട്സ് അസോസിയേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള അസോസിയേഷൻ ആണ്? കൂടിച്ചേരലാണ്. ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റി, നമ്മുടെ ഓർഗനൈസേഷനും സൊസൈറ്റിയും തമ്മിലുള്ള ആരൊക്കെ തമ്മിലുള്ള? എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള, എംപ്ലോയികൾ തൊഴിലാളികൾ തമ്മിലുള്ള, ലേബർ യൂണിയനും മാനേജ്മെന്റും തമ്മിലുള്ള ഒക്കെ ഒരു കൂടിച്ചേരലാണ് റിലേഷൻ എന്ന് പറയുന്നത്. ആ മൂന്ന് കാര്യങ്ങളും അവിടെ അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് രണ്ട് വേർഡ്സ് ആണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻ, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ എന്താണ്? അത് ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. വ്യക്തികളോ ഒരു കൂട്ടം ആളുകളോ ഉൾപ്പെടുന്ന, അവരെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഫലപ്രദവും സർഗാത്മകവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇൻഡസ്ട്രി. റിലേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഈസ് എ അസോസിയേഷൻ, ഒരു കൂട്ടമാണ്, ഒരു കൂടിച്ചേരലാണ്. ആരൊക്കെ തമ്മിലുള്ളത്? എംപ്ലോയറും എംപ്ലോയിയും, എംപ്ലോയികൾ തമ്മിലുള്ളത്, ലേബർ യൂണിയനും മാനേജ്മെന്റും തമ്മിലുള്ളത്, ഓർഗനൈസേഷനും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണ് റിലേഷൻ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തില്ലേ? മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്തിടുക കൃത്യമായിട്ട്. ഇൻഡസ്ട്രി, നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇവരൊക്കെ തമ്മിലുള്ള ഒരു റിലേഷനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്, തമ്മിലുള്ള ഒരു അസോസിയേഷൻ. Therefore, industrial relation is the relationship between the employee and the management, which is direct or indirect result of the union-employer relationship. Union-employer relationship നേരിട്ടോ അല്ലാതെയോ ഉണ്ടാകുന്ന ഒരു എംപ്ലോയി മാനേജ്മെന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. ആ ലാസ്റ്റ് സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. മനസ്സിലായി പോയിരുന്നില്ലേ? ഇതൊക്കെ ഒരു വലിയ പാരഗ്രാഫായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫായിട്ട് ഇങ്ങനെ കൊടുത്തേക്കാണ് ജനറൽ ആയിട്ട് എംപ്ലോയി റിലേഷൻ എന്താന്നുള്ളത് കേട്ടോ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ഉള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ഫോളോ ചെയ്ത് വന്നില്ലേ എന്നെ? ബുദ്ധിമുട്ടുണ്ടോ? ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതെല്ലാം അപ്പൊ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. നമുക്കറിയാം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ അറിയാം ഇൻഡസ്ട്രിയൽ റിലേഷൻ ആണ്, എംപ്ലോയി റിലേഷൻ. ഇനി industrial relation can be understood in both the narrow as well as wide sense. ഈ ഇൻഡസ്ട്രിയൽ ഈ റിലേഷനെ നമുക്ക് നാരോ ഒരു ചെറിയ രീതിയിലും അതുപോലെ വൈഡ് വിശാലമായ രീതിയിലും നമുക്ക് മനസ്സിലാക്കാം. ഈ നാരോ സെൻസ്, ഇനി നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ? talk about every sort of association between all the members of an organization, such as between employee, employer, യൂണിയൻ ആൻഡ് വർക്കേഴ്സ്. കണ്ടോ, ഇവരൊക്കെ തമ്മിലുള്ള എല്ലാ തരം ബന്ധങ്ങളെയും കുറിച്ച് ഈ നാരോ സെൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ സംസാരിക്കുന്നു. എന്താ പറഞ്ഞേക്കുന്നേ? നാരോ സെൻസ് ചെറിയ രീതിയിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്താ പറയുന്നത്? ടോക്ക് അബൌട്ട്, ഇതിനെ കുറിച്ച് ഇൻഡസ്ട്രിയൽ റിലേഷൻ സംസാരിക്കുന്നത് ദ സോർട്ട് ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ്, ആ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് തമ്മിലുള്ള അസോസിയേഷൻ ആണ്. സച്ചാസ് ആരൊക്കെ പോലെ? എംപ്ലോയിയും എംപ്ലോയറും യൂണിയനും വർക്കേഴ്സും ഒക്കെ പോലെയുള്ള ഒരു മെമ്പേഴ്സും ഓർഗനൈസേഷൻ തമ്മിലുള്ള അസോസിയേഷനെ കുറിച്ച്, ആ കൂടിച്ചേരലിനെ കുറിച്ചാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഒരു ചെറിയ ഒരു നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ സംസാരിക്കുന്നത്. ഓക്കെ. This concept is basically used in India and Britain. ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ബ്രിട്ടനിലും ഒക്കെയാണ് അടിസ്ഥാനപരമായി ഇത് ഉപയോഗിക്കുന്നത്. ഇൻ വൈഡർ സെൻസ്, ഇനി വിശാലമായ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ? ഇൻഡസ്ട്രിയൽ റിലേഷൻ ടോക്ക് അബൌട്ട്, ഇതിനെ കുറിച്ച് സംസാരിക്കുന്നേ all forms of association, എല്ലാ കൂടിച്ചേരലുകളുമാണ്. that the organization forms with the different segments of the society which come in
its conduct. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന, സംഘടനകൾ രൂപീകരിക്കുന്ന എല്ലാത്തരം അസോസിയേഷനെ കുറിച്ചുള്ള ഒരു സംസാരിക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അതൊരു വൈഡർ സെൻസിൽ നമുക്ക് പറയുകയാണെങ്കിൽ in wider sense the industrial relation talk about എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? എല്ലാ തരത്തിലുള്ള അസോസിയേഷനെ കുറിച്ചാണ്. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന, സംഘടന രൂപീകരിക്കുന്ന എല്ലാ തരത്തിലുള്ള അസോസിയേഷനെ കുറിച്ചും ഇൻഡസ്ട്രിയൽ റിലേഷൻ സംസാരിക്കുന്നു. നമ്മളൊരു സ്ഥാപനം, ഒരു ഇൻഡസ്ട്രി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമാക്കി ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ തരം ബന്ധങ്ങളെ കുറിച്ചും ഈ വൈഡർ സെൻസിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ റിലേഷൻ പറയാം. ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വൈഡർ സെൻസിൽ നമ്മൾ പറയുമ്പോൾ അതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ഡെഫിനിഷൻസ് ആണ്, 4 ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ബൈഹാർട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആര് പറഞ്ഞ ഡെഫിനിഷൻ ആണ്, എന്താണ് ആ ഡെഫിനിഷൻ, അത് ആ ഡെഫിനിഷൻ തന്നിട്ട് ആരുടെ ഡെഫിനിഷൻ ആണെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ILO എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ, ഒന്ന് എഴുതി വെച്ചോട്ടോ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. According to the International Labour Organization, International Labour Organization അനുസരിച്ച് എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻ deals with either the relationship between state and employers and workers organization or the relation between the occupational organizations themselves. ആരൊക്കെ തമ്മിലുള്ള? നമ്മുടെ സ്റ്റേറ്റും എംപ്ലോയറും തമ്മിലുള്ള ബന്ധമോ, സ്റ്റേറ്റും എംപ്ലോയറും തമ്മിലുള്ള ബന്ധമോ, തൊഴിലാളി സംഘടനകൾ, വർക്കേഴ്സ് ഓർഗനൈസേഷൻ, തൊഴിലാളി സംഘടനകൾ തമ്മിലുള്ള ബന്ധമോ, അല്ലെങ്കിൽ വിവിധ തൊഴിൽ സംഘടനകള്, occupational organizations, അവർ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമോ ആണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. ഏതനുസരിച്ച്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അനുസരിച്ച് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ആണ്. ആരൊക്കെ തമ്മില്? സ്റ്റേറ്റ് ആൻഡ് എംപ്ലോയർ തമ്മിലുള്ളതോ, അല്ലെങ്കിൽ വർക്കേഴ്സ് ഓർഗനൈസേഷൻ, നമ്മള് തൊഴിലാളി സംഘടനകൾ തമ്മിലുള്ളതോ, തൊഴിലാളി സംഘടനകൾ തമ്മിലുള്ള ബന്ധമോ, or the relation between the occupational organization, തൊഴിലാളി സംഘടനകൾ തമ്മിലുള്ള പരസ്പര ബന്ധമോ ഒക്കെയുള്ള കാണിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്. ആ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു പ്രൊഫസർ ക്ലഗ് എന്താ പറഞ്ഞേക്കുന്നത്? CLEGG. ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് encompass, ഇത് ഉൾക്കൊള്ളുക, the rules governing employment together with the way in which the rules are made and changed and their interpretation and administration. എന്താ നമ്മള് ഈ നമ്മുടെ ആ ഒരു തൊഴില്, എംപ്ലോയ്മെന്റ്, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന നിയമങ്ങൾ, തൊഴിലിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ അത് വ്യാഖ്യാനിക്കുന്നതിനും, അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ വ്യാഖ്യാനിക്കാം, അത് വ്യാഖ്യാനിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഒരു രീതിയാണ്, മാറ്റുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും ഒക്കെയുള്ള ഒരു രീതിയാണ് ഏത്? ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേക്കുന്നേ? തൊഴിലിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ, encompass the rules governing the employment. കണ്ടോ, ആ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ തൊഴിലിനെ നിയന്ത്രിക്കുന്ന റൂൾസ്, നിയമങ്ങള്. ഇനി ആ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെയുള്ള മാറ്റങ്ങൾ, and which the ways in the rules are made and changed. കണ്ടോ, ആ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും അതിനെ നമ്മൾ മാറ്റുന്നതിനും, ചേഞ്ച് ചെയ്യുക, മാറ്റുന്നതിനും, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക, അത് വ്യാഖ്യാനിക്കുന്നതിനും, ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതിനെ നടപ്പിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഏത്? ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ഡെയ്ലി ഓൾഡർ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻ ആർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയി. മാനേജ്മെന്റും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഓർ എമംഗ് ദ എംപ്ലോയീസ് and their organization, എംപ്ലോയീസ് തമ്മിലോ
അല്ലെ, അല്ലെങ്കിൽ എംപ്ലോയീസ് തമ്മിലോ അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷൻ ആ ഒരു എംപ്ലോയിയും മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഏത് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. അത് എന്തിലൂടെ വളർത്തിയെടുക്കുന്ന ബന്ധമാണെന്നാ പറഞ്ഞേക്കുന്നത്? And their organization that the characteristics and the grown out of the employee. എന്തിലൂടെ വളർത്തിയെടുക്കുന്ന ബന്ധമാണ്? ഇപ്പൊ എംപ്ലോയി മാനേജ്മെന്റ് തമ്മിൽ എന്തിലൂടെ വളർത്തിയെടുക്കുന്ന ബന്ധമാണ്? തൊഴിലിലൂടെ. കണ്ടോ, അവര് ആ തൊഴിലിലൂടെ വളർത്തിയെടുക്കുന്ന ബന്ധം. ഓക്കെ, അതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് നോക്കിയേ, അക്കോർഡിംഗ് ടു പ്രൊഫസർ ഡൺലോ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻ may be defined as a complex of interrelations among the workers, managers and the government. Workers, managers, government ഇവരുടെ ഇടയിലുള്ള ഒരു ഇന്റർ റിലേഷൻസ്, കോംപ്ലക്സ് ഓഫ് സങ്കീർണമായിട്ടുള്ള ഒരു പരസ്പര ബന്ധങ്ങളുടെ ഒരു സങ്കീർണ ഘടനയാണ് എംപ്ലോയി റിലേഷൻ എന്നാണ് പ്രൊഫസർ ഡൺ പറയുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ കോംപ്ലക്സ്, ഒരു സങ്കീർണ ഘടനയാണെന്ന്. ആരൊക്കെ? ഇന്റർ റിലേഷൻ എമംഗ് ദ വർക്കേഴ്സ്, മാനേജേഴ്സ്, ഗവൺമെന്റ് ഇവര് തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളുടെ ഒരു സങ്കീർണ ഘടനയാണ് ഏത് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 4 ഡെഫിനിഷനാണ് കൊടുത്തേക്കുന്നത്. അവിടെ ഡാഷ് ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണോ അല്ലെ? ഫുള്ള് ബൈഹാർട്ട് ചെയ്യണ്ട. ഇതിന്ന് നമുക്കറിയാം ഒരു റിലേഷൻഷിപ്പ് ആണ് ആ കാണിക്കുന്നത്. അപ്പൊ ആ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാല് നിങ്ങൾക്ക് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് എഴുതാനുള്ളത് ഓക്കെ ആണോ? 4 ഡെഫിനിഷനും കണ്ടാലും എല്ലാത്തിനും ആ ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ, അതൊന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. എല്ലാത്തിനും ആ റിലേഷൻഷിപ്പ് കാണിക്കണ്ട്. അപ്പൊ നമുക്കറിയാം അവിടെ കേട്ടോ. ഓക്കെ ആണോ? 4 ഡെഫിനിഷനും ബൈഹാർട്ട് ചെയ്യണ്ട, അവിടെ ഡാഷ് ഇട്ട് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഡാഷ് ഡീൽസ് വിത്ത് ഐദർ അങ്ങനെ ആ സെന്റൻസ് തന്നെ തന്നു കഴിഞ്ഞാല് നിങ്ങൾ അവിടെ ഒന്ന് ഇൻഡസ്ട്രിയൽ റിലേഷൻ ആണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫുള്ളായിട്ടൊന്നും പഠിക്കണ്ട. എല്ലാം എന്താ പറയാ, മാനേജ്മെന്റും എംപ്ലോയി ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഇത് ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഇനി നേച്ചർ ഓഫ് എംപ്ലോയി റിലേഷൻ. ഒരു എംപ്ലോയി റിലേഷന്റെ നേച്ചർ എന്താണ്? The nature of employee relation include, എന്താണ് എംപ്ലോയി റിലേഷന്റെ ഒരു നേച്ചർ? അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നാമത്തെയാണ് ഇതൊരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ്, ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത്. കോംപ്ലക്സ് റിലേഷൻഷിപ്പ്. എന്താ? The relationship that industrial relations develop between an employee and an employer is not a simple and an easy one. The relationship that industrial relations develop between an employee and an employer is not a simple and an easy one. കണ്ടോ, ഒരു എംപ്ലോയറും ഒരു എംപ്ലോയിയും തമ്മിലുള്ള ആ ഒരു എന്താണ് അവര് തമ്മിലുള്ള വ്യാവസായിക ബന്ധം അത് വികസിപ്പിക്കുന്ന ബന്ധമാണ് ഏത് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇത് അത്ര സിമ്പിൾ അല്ല എന്ന് പറഞ്ഞേക്കുന്നത്. ഈസ് നോട്ട് എ സിമ്പിൾ ആൻഡ് ഈസി വൺ. ഇത് അത്ര ലളിതമോ എന്നാൽ ഈ ഒരു ഇത് അത്ര എളുപ്പമുള്ളതോ അല്ല. ആ സെന്റൻസും അങ്ങനെ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ദ റിലേഷൻഷിപ്പ് ദാറ്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡെവലപ്പ് ബിറ്റ്വീൻ ആൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ. അവര് തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇതെന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല, ഈസി അല്ല. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ആൻ ആർട്ട് ഓഫ് ലിവിംഗ് ടുഗദർ to fulfill the common objectives of production, productive efficiency, individual welfare and the industrial growth. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് കുറച്ച് ആ ഒരു ഇൻഡസ്ട്രിയുടെ കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങള് നിറവേറ്റുന്നതിന് വേണ്ടി ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം, ഒരു കലയാണ് ഈ ഇൻഡസ്ട്രി എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത്. ഇസ് ആൻ ആർട്ട് ഓഫ് ലിവിംഗ് ടുഗദർ. ഇവരെല്ലാവരും കൂടി ചേർന്നുള്ള ഒരുമിച്ചുള്ള ഒരു ആർട്ടാണ്. എന്തിനു വേണ്ടി? ഫുൾഫിൽ ദ കോമൺ ഒബ്ജക്റ്റീവ്സ്. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി. എന്തിന്റെ? പ്രൊഡക്ഷനില്, പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി,
പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി, അതുപോലെ നമ്മുടെ ഇൻഡിവിജ്വൽ വെൽഫെയർ, ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ആ ഇൻഡസ്ട്രിയുടെ വളർച്ച, ഇങ്ങനെയുള്ള ആ കോമൺ ആയിട്ടുള്ള ലക്ഷ്യങ്ങള് നിറവേറ്റുന്നതിന് വേണ്ടി ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു ആക്ടാണ് ഏത് ഈ എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി. ഇനി എന്തിനാണ് ഈ എംപ്ലോയി റിലേഷൻ? ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഓർഗനൈസേഷൻ ടു മെയിൻറ്റെയിൻ cordial industrial relation in order to build a healthy behavior, conductive working environment, easily working procedure. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ഇറ്റ് ഈസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർഗനൈസേഷന് ഈ ഇൻഡസ്ട്രി, നമ്മുടെ ഒരു എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, നെസസറി ആണ്. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയിട്ട്? കോഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? സൗഹൃദപരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ നിലനിർത്തുന്നതിന് ഓർഗനൈസേഷൻ ഇത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്തിനു വേണ്ടിയാ? ഇൻ ഓർഡർ ടു ബിൽഡ് ഒരു നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ബിഹേവിയർ നിർമ്മിക്കുന്നതിന്, കണ്ടക്റ്റീവ് വർക്കിംഗ് എൻവയോൺമെന്റ്, ഒരു അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്, ഒരു ഈസി ആയിട്ടുള്ള ഒരു വർക്ക് പ്രൊസീജിയർ ഉണ്ടാക്കുന്നതിന് ഒക്കെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു റിലേഷൻ ആണ്. അത് എന്താ പറയാ, ഓർഗനൈസേഷന് ഈ ഒരു എംപ്ലോയി റിലേഷൻ നിലനിർത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അതിനകത്ത് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഒരു അനുകൂലമായിട്ടുള്ള തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്, ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ബിഹേവിയർ ബിൽഡ് ചെയ്യുന്നതിന്, പിന്നെ എളുപ്പത്തിലുള്ള ഒരു വർക്കിംഗ് പ്രൊസീജിയർ അത് നിർമ്മിക്കുന്നതിന് ഒക്കെ എന്താണ് ഇതൊക്കെ നിർമ്മിക്കുന്നതിന് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംപ്ലോയി റിലേഷൻ, എംപ്ലോയി തമ്മിലുള്ള ആ ഒരു റിലേഷൻ, ഇതെല്ലാവരും ഓർഗനൈസേഷന് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ എന്താണ്? നേച്ചർ. അപ്പൊ ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ അല്ലെങ്കിൽ എംപ്ലോയി റിലേഷൻ എന്നൊക്കെ പറയുന്നത്. ഒരു എംപ്ലോയി റിലേഷൻ, എംപ്ലോയി തമ്മിലുള്ള ഒരു ബന്ധമാണ്. അപ്പൊ ഒരു സ്ഥാപനത്തിന്റെ ഒരു വിജയത്തിന് അവിടുത്തെ എംപ്ലോയീസ് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലെ? തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി രണ്ടാമത് നോക്കിയേ, മിക്സർ ഓഫ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഇത് നമ്മുടെ എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത് എന്താ? സഹകരണത്തിന്റെയും കോൺഫ്ലിക്റ്റ്, സംഘർഷത്തിന്റെയും ഒരു മിക്സർ ആണെന്ന്, സമ്മിശ്രമായിട്ടുള്ള കാര്യമാണ്. സംഘർഷങ്ങളുടെയും എല്ലാ സഹകരണത്തിന്റെയും ഒരു മിക്സർ ആണ് എംപ്ലോയി റിലേഷൻ. അതാണ് അടുത്ത ഒരു നേച്ചർ. ഇൻഡസ്ട്രിയൽ റിലേഷൻ ഈസ് കൺസിഡർഡ് ടു ബി എ ഫ്യൂഷൻ ഓഫ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അണ്ടർലൈൻ ചെയ്തിട്ട്, സഹകരണത്തിന്റെയും സംഘർഷത്തിന്റെയും ഒരു ഫ്യൂഷൻ ആണ് ഏത്? ഈ എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റിലേഷൻ, the organization objective is always to gain employee cooperation. ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ എംപ്ലോയിയുടെ സഹകരണം നേടുക, എല്ലാം ഗെയിൻ ചെയ്യാൻ വെച്ചാൽ നേടുക എന്നുള്ളതാണ് കേട്ടോ. എംപ്ലോയിയുടെ സഹകരണം, അല്ലെ? എല്ലാ രീതിയിലും എംപ്ലോയി ആ സ്ഥാപനവുമായിട്ടൊക്കെ നല്ലൊരു സഹകരണം സഹകരണം ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലെ? അത് നേടിയെടുക്കുന്നതിന് ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയിയുടെ ഒരു സഹകരണം നേടിയെടുക്കുക എന്നുള്ളതാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Yet a degree of conflict is ever present. അപ്പൊ അങ്ങനെ എന്തൊക്കെ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാലും ഒരു ചെറിയൊരു സംഘർഷം, അല്ലെ? ഒരു പരിധി വരെയും ഒരു കോൺഫ്ലിക്റ്റ്, ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടാക്കാം, അല്ലെ? The reason behind this might be, അപ്പോ ഈ എംപ്ലോയിയും ആ മാനേജ്മെന്റും തമ്മിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു പൊരുത്തക്കേടുകൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, സംഘർഷം നിലനിൽക്കുന്നതിന് പിന്നിലുള്ള കാരണങ്ങളാണ് ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഇട്ട് വെച്ചേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയണത്?
ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻ അല്ലെങ്കിൽ എംപ്ലോയി റിലേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു എന്താ ഇപ്പൊ ഒരു ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റും എംപ്ലോയിയും തമ്മിൽ എപ്പോഴും നല്ല കോപ്പറേഷൻ ആയിരിക്കും. എല്ലാ സമയത്തും എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെ? മാനേജ്മെന്റ് ചില കാര്യങ്ങൾ പറയുന്നതിനോട് ചിലപ്പോ എംപ്ലോയിക്ക് എന്താ പറയാ അനുകൂലിക്കാൻ പറ്റാതെ വരാം. അല്ലെങ്കിൽ എംപ്ലോയിയുടെ ചില കാര്യങ്ങളിൽ മാനേജ്മെന്റിന്റെ അത്ര ഇതാവണമെന്നില്ല. അപ്പൊ അവര് തമ്മിൽ എന്താണ്? അപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ ഇതായി കഴിഞ്ഞാലും എന്താണ് ആ കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയിയുടെ സഹകരണം നേടുക എന്നുള്ളതാണ്. അപ്പൊ എന്നിരുന്നാലും ഈ ചില സമയങ്ങളിലൊക്കെ അവർ തമ്മിൽ മാനേജ്മെന്റ് എംപ്ലോയി തമ്മിലൊക്കെ ആണെങ്കിലും കോൺഫ്ലിക്ട് സംഘർഷം ഉണ്ടാവാം. അതിന് പിന്നിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? 1, 2, 3 എഴുതിയേക്കണേന്റെ പോയിന്റിന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്തുകൊണ്ടൊക്കെയാണ് ഈ മാനേജ്മെന്റും എംപ്ലോയിയും തമ്മിലുള്ള സംഘർഷം അതിന് ഇടവരുത്തുന്ന കാര്യങ്ങൾ? ഓക്കെ, അതിന്റെ പിന്നിലുള്ള കാര്യങ്ങള് മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ആ പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്തൊക്കെയാണ് അങ്ങനെ അവർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവാനുള്ള കാരണം. ഒന്നാമത് നോക്കിയേ, ലേബർ ആൻഡ് മാനേജ്മെന്റ് ആർ 2 ഗ്രൂപ്പ്സ്. ലേബർ ഈ തൊഴിലാളികളുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ 2 ഗ്രൂപ്പുകളല്ലേ? അല്ലേ? അവര് 2 ഗ്രൂപ്പുകളാണ്. ആ പ്രസന്റ് ഇൻ എവരി ഓർഗനൈസേഷൻ. ഏതൊരു സ്ഥാപനത്തിനും തൊഴിലാളികൾ ഒരു കൂട്ടം, മാനേജ്മെന്റ് വേറെ അല്ലെ? അതൊരു 2 ഗ്രൂപ്പുകളായിട്ട് തന്നെ നിൽക്കുന്നത്. They usually have a different perspective and perception. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട്. ഇപ്പൊ എംപ്ലോയി നോക്കി കാണുന്ന രീതിയിലല്ല ചിലപ്പോ ഒരു കാര്യത്തെ മാനേജ്മെന്റ് നോക്കി കാണുന്നത്. അവർക്ക് എന്തുണ്ട്? പരസ്പരം അവർക്ക് അവരുടേതായിട്ടുള്ള എംപ്ലോയി നോക്കുമ്പോ അവരുടെ ഭാഗത്തുനിന്ന്, മാനേജ്മെന്റ് നോക്കുമ്പോ അവരുടെ ഭാഗത്തുനിന്ന്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള വീക്ഷണങ്ങളും ധാരണകളും ഉണ്ട്. ഇൻ ദർ ഇൻട്രസ്റ്റ് ആൻഡ് ഡെവലപ്പ് നെഗറ്റീവ് തിങ്കിങ് അബൌട്ട് ഈച്ച് അതർ. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നേ? തൊഴിലാളികളും മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പല ചിന്താഗതിയുള്ളവരാണ്. എല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ചാവണമെന്നില്ല, ഒരുപോലെ ആവണമെന്നില്ല. പരസ്പരം എന്താ വ്യത്യാസമുള്ള ചിന്താരീതികൾ, അവർക്കുടെ വ്യൂ പോയിന്റ്സിൽ വ്യത്യാസം ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെയുള്ള 2 തരത്തിലുള്ള ഗ്രൂപ്പുകളാണ്. ഇവർക്ക് പലപ്പോഴും വ്യത്യസ്ത താല്പര്യങ്ങളായിരിക്കാം അല്ലെ? പലപ്പോഴും വ്യത്യസ്ത താല്പര്യങ്ങളായിരിക്കാം, ധാരണകള്, കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ വ്യത്യാസമുള്ള. അപ്പൊ അവരിടയിൽ എന്തുണ്ടാകാം? പരസ്പരം ഒരു നെഗറ്റീവ് ചിന്തകള് ഉണ്ടാക്കാം. നെഗറ്റീവ് തിങ്കിങ് അബൌട്ട് ഈച്ച് അതർ. പരസ്പരം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകള് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ ആണോ നോക്കിയേ? അത് ഇവര് രണ്ടുപേരും 2 ഗ്രൂപ്പാണ്. ലേബറും മാനേജ്മെന്റും, തൊഴിലാളികളും മാനേജ്മെന്റ് എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പാണ്. അവർക്ക് 2 പേർക്കും അവരുടേതായ ധാരണകളും വീക്ഷണങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. അപ്പൊ എപ്പോഴും അവരെ നമുക്ക് ഒരുമിച്ച് തന്നെ നിർത്താമോ എന്ന് പറയാൻ പറ്റില്ല അല്ലെ? അപ്പൊ അവർക്കുടെ ഇടയിൽ 2 ഗ്രൂപ്പുകളാണല്ലോ. അതുകൊണ്ട് അവർക്കുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളും ഉണ്ടാകാം. ക്ലിയർ ആണോ? ഒന്നാമത്തെ പോയിന്റ്. ആ ഒരു സംഘർഷം, എംപ്ലോയി മാനേജ്മെന്റ് തമ്മിലുള്ള കോൺഫ്ലിക്ട്, അതിന്റെ പിന്നിലുള്ള കാരണം പറഞ്ഞേക്കുന്നത് കേട്ടോ. അവർ 2 ഗ്രൂപ്പാണ്. അവർ ഒരിക്കലും നമുക്ക് ഒരുമിച്ച് നിർത്താൻ പറ്റില്ലല്ലോ. എംപ്ലോയി അവർക്കുടെ രീതിയിൽ കാണുന്നു, മാനേജ്മെന്റ് അവർക്കുടെ രീതിയിൽ കാണുന്നു. ഇനി രണ്ടാമത് നോക്കിയേ, ഓർഗനൈസേഷൻ യൂഷ്വലി ഡു നോട്ട് ഹാവ് എ പ്രോപ്പർ ഗൈഡ്ലൈൻസ് ഓർ റൂൾസ് ടു സെറ്റ് ദെയർ ലിമിറ്റ്സ് in order to fulfill their goals. കണ്ടോ? ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസോ റൂൾസോ അവിടെ ഇല്ലാത്തത് ഒരു പ്രശ്നം തന്നെ ഉണ്ടാകാറില്ല. അവർക്കിടെ ടു സെറ്റ് ദെയർ ലിമിറ്റ്സ്, അവർക്കിടെ പരിമിതികൾ അതൊക്കെ സെറ്റ് ചെയ്യുന്നതിന് പ്രോപ്പർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് നിറവേറ്റുന്നതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമോ നിയമങ്ങളോ ഇല്ല. അതൊരു പ്രശ്നമാണ്. ഒരു നിയമം കൊണ്ടുവന്നു, മാനേജ്മെന്റ് ഒരു നിയമം കൊണ്ടുവന്നു, അവിടുത്തെ എംപ്ലോയി എല്ലാവരും അതേപോലെ ഫോളോ ചെയ്യാൻ ഒരു പ്രശ്നമില്ലാതെ പോകും. എന്നാൽ കറക്റ്റ് ആയിട്ട് ഒരു നിയമം ഇല്ലെങ്കിൽ അവിടെ പ്രശ്നം തന്നെയല്ലേ? അല്ലേ? കുറച്ചു പേര് അവർക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യും, കുറച്ചു പേര് അവർക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യും.
അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഓർ റൂൾസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ വിജയത്തിന് അത്യാവശ്യം തന്നെയാണ് അല്ലെ. ഒരു ഒരു നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് ഫോളോ ചെയ്യാൻ തയ്യാറാവണം, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അല്ലെ. ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷന് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസോ റൂൾസോ ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. അവർ തമ്മിലുള്ള സംഘർഷത്തിന് കാരണമാകാം. കണ്ടോ, ഡ്യൂ ടു ദ ലാക്ക് ഓഫ് നോംസ്, ആ ഒരു മാനദണ്ഡങ്ങളുടെ കുറവ്, both the groups to make any extent and even try to justify their actions. കണ്ടോ, അപ്പൊ ഈ പ്രോപ്പർ ആയിട്ടുള്ള നോംസ് മാനദണ്ഡങ്ങൾ ഇല്ല. അപ്പൊ അത് കാരണം രണ്ടു കൂട്ടരും എന്ത് ചെയ്യും, നമ്മളുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ഒരു പരിധി വരെ മുന്നോട്ട് പോകും. കണ്ടോ, അവര് രണ്ടുപേരും പ്രോപ്പർ ആയിട്ടുള്ള റൂൾസ് ഇല്ലാത്തതുകൊണ്ട് എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ കാര്യങ്ങളെ ശരിയെന്നുള്ള രീതിയിൽ ന്യായീകരിക്കാൻ തുടങ്ങുന്നു. അവര് ന്യായീകരിക്കാൻ തുടങ്ങും. മാനേജ്മെന്റിന്റെ രീതിയിലുള്ള കാര്യങ്ങള് ന്യായീകരിക്കാൻ തുടങ്ങുന്നു. കണ്ടോ, അപ്പൊ ആ രണ്ട് ഗ്രൂപ്പുകളും എന്താണ്, അവരുടെ ഭാഗം ന്യായീകരിക്കാൻ ഏത് പരിധി വരെയും പോകും. അതൊരു പ്രശ്നമാണ്. ഓക്കെ, ആ സംഘർഷ എംപ്ലോയിയും അതുപോലെ തന്നെ മാനേജ്മെന്റും തമ്മിലുള്ള സംഘർഷത്തിന്റെ പിന്നിലുള്ള കാരണമാണിത്. എന്താണ്, do not have a proper guidelines or rules ഇല്ലാത്തത്. പിന്നെ മൂന്നാമത് നോക്കിയേ, when the groups come together for negotiation. ഇനി രണ്ട് ഗ്രൂപ്പുകളും നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ചർച്ചയ്ക്കായിട്ട് ഈ രണ്ട് ഗ്രൂപ്പുകളും ഒരുമിക്കുമ്പോൾ some past bitterness crops up a part of the present disturbs and hinders. എന്താണെന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തുക, ഡിസ്റ്റർബ് ശല്യപ്പെടുത്തുന്നു. നെഗോഷിയേഷൻ പ്രോസസ്സിനെ ശല്യപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. എന്താ, മുൻകാലങ്ങളിലുള്ള ചില ബിറ്റർനെസ് ക്രോപ്സ്, കൈപ്പേറിയ സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ ചർച്ചയെ ഈ നെഗോഷിയേഷനെ തടസ്സപ്പെടുത്തുന്നതിനും ശല്യപ്പെടുത്തുന്നതിനും കാരണമാക്കാം. സോ ദേ do not reach a joint decision. അതുകൊണ്ട് അവർ രണ്ടുപേരും തമ്മിൽ കൂട്ടായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റില്ല. തീരുമാനത്തില് കൂട്ടായ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാതെ വരുന്നു. ചർച്ചയ്ക്കായിട്ട് ഈ രണ്ട് ഗ്രൂപ്പുകളും, എംപ്ലോയിയും മാനേജ്മെന്റും, ഈ രണ്ട് ഗ്രൂപ്പുകളും ഒരുമിക്കുമ്പോൾ അവിടെ മുൻകാലങ്ങളിലുള്ള ചില കൈപ്പേറിയ അനുഭവങ്ങള് അതെന്ത് ചെയ്യുന്നു, ആ നെഗോഷിയേഷൻ പ്രോസസ്സിനെ ശല്യപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആ നെഗോഷിയേഷൻ പ്രോസസ്സിനെ ഡിസ്റ്റർബൻസ് ആക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ടുപേരും കൂടി കൂട്ടിച്ചേർന്നിട്ട് ഒരു ജോയിന്റ് ഡിസിഷൻ, ഒരു സംയുക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ വരും. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് നോക്കിയ നാലാമത്തെ, industrial relations are concerned with the information and observance of multifaceted association between labor and union in an organization. These relations can either be in organized or unorganized form. ഒരു ഓർഗനൈസേഷനില് നമ്മുടെ തൊഴിലാളികളും അതുപോലെ തന്നെ യൂണിയനും തമ്മിലുള്ള ബഹുമുഖമായിട്ടുള്ള മൾട്ടി ഫാസിറ്റേറ്റഡ് ബന്ധത്തിന്റെ, ബഹുമുഖമായിട്ടുള്ള പല വശങ്ങളിലുള്ള ബന്ധത്തിന്റെ രൂപീകരണവും നിരീക്ഷണവുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അതുമായി ബന്ധപ്പെട്ടതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. ഫോർമേഷൻ ആൻഡ് ഒബ്സർവൻസ് രൂപീകരിക്കുക നിരീക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ലേബറും തൊഴിലാളികളും യൂണിയനും, ആ ഓർഗനൈസേഷനിലെ തൊഴിലാളികളും യൂണിയനും തമ്മിലുള്ള ബഹുമുഖ ബന്ധത്തിന്റെ രൂപീകരണവും നിരീക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. ദി റിലേഷൻ ക്യാൻ ബി ഐദർ ഇത് ഓർഗനൈസ്ഡ് ആവാം, അൺഓർഗനൈസ്ഡ് ആകാം. ഈ ബന്ധം എന്ന് പറയുന്നത് സംഘടിതമായിട്ടോ അല്ലെങ്കിൽ അസംഘടിതമായ രീതിയിലോ ആകാം. അങ്ങനെ 4 പോയിന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. Nature of employee relation.
ഒന്നാമത്തെ പറഞ്ഞു കോംപ്ലക്സ് ആണ്, കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണ്. രണ്ടാമത്തെ എന്താണ്? ഇൻഡസ്ട്രിയൽ റിലേഷൻ, അത് എംപ്ലോയി റിലേഷൻ, അതിന്റെ ഒരു സ്വഭാവം നേച്ചർ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു കോപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, സഹകരണത്തിന്റെയും അതുപോലെ തന്നെ സംഘർഷത്തിന്റെയും ഒരു മിക്സർ ആണ്. ഓർഗനൈസേഷൻ എപ്പോഴും എന്താണ്? എംപ്ലോയിയുടെ സഹകരണം, എംപ്ലോയി കമ്പനിയോട് എംപ്ലോയീസ് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണം, അത് നേടിയെടുക്കുക, അതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. എത്ര ശ്രമിച്ചാലും എന്താണ്? ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ്, അവർക്കിടയിലെ സംഘർഷം അവിടെ നിലനിൽക്കും. അതിന് പിന്നിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ ലേബർ മാനേജ്മെന്റ് രണ്ട് ഗ്രൂപ്പുകൾ തന്നെ, രണ്ട് ഗ്രൂപ്പുകളാണ്. അവരുടെ കാഴ്ചപ്പാടുകളും ധാരണകളും വീക്ഷണങ്ങളും താല്പര്യവും ഒക്കെ രണ്ടുപേരുടെ വ്യത്യാസമാണ്. അപ്പൊ അത് എന്താ പറയാ, അവരുടെ ഇടയിൽ ഇപ്പൊ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനത്തെ ചിലപ്പോ എംപ്ലോയിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ എംപ്ലോയി എടുക്കുന്നതിനെ മാനേജ്മെന്റിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. രണ്ടുപേർക്കും അവരുടേതായ ഡിഫറെന്റ് പെർസെപ്റ്റീവ്സ്, അതായത് പലതരത്തിലുള്ള ധാരണകളും വീക്ഷണങ്ങളാണ്. പെർസെപ്ഷൻസ്, ധാരണകളും വീക്ഷണങ്ങളും ഒക്കെയാണ്, താല്പര്യങ്ങളും ഒക്കെയാണ്. അതൊരു പ്രശ്നം. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഓർഗനൈസേഷന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങളോ റൂൾസോ നിയമങ്ങളോ ഇല്ലാത്തൊരു ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളുടെ കുറവ് കാരണം അവർ രണ്ടു കൂട്ടരും അവരുടെ ഭാഗം ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം പോകും. പിന്നെ അടുത്തത് ചർച്ചയ്ക്ക് വേണ്ടി രണ്ട് ഗ്രൂപ്പുകാരും ഒന്നിക്കുമ്പോൾ എന്താ പറ്റുക? നേരത്തെ ചില കൈപ്പേറിയ സംഭവങ്ങളും ഒക്കെ എന്താണ് ഇപ്പോഴത്തെ കാര്യങ്ങളെ ശല്യപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ്? അത് അസോസിയേഷനെ തന്നെ തടസ്സപ്പെടുത്തും. അപ്പോ അവർ തമ്മിൽ ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ വരും. പിന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫോർമേഷൻ ആൻഡ് ഒബ്സർവൻസ്, രൂപീകരണവും നിരീക്ഷണമാണ്. ഏത്? മൾട്ടി ഫാസിറ്റേറ്റഡ് അസോസിയേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് യൂണിയൻ, ലേബർ ആൻഡ് യൂണിയൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ക്ലിയർ ആയോ? നോക്കിയേ 4 പോയിന്റ്സും. ബുദ്ധിമുട്ടുണ്ടോ? ഇച്ചിരി ഒരു എന്താ പറയാ, ഒരു കുഞ്ഞു സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോ ഇങ്ങനെ കുറച്ച് കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. പാരഗ്രാഫ്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫ് പോലെ ഇങ്ങനെ തന്നേക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് നേച്ചർ ഏതൊക്കെയാന്ന് മെയിൻ പോയിന്റ്സുകൾ ഒന്ന് നോക്കി വെക്കണം. രണ്ട് നേച്ചറാണ് നമ്മൾ പറഞ്ഞത്, സ്വഭാവമാണ്. എംപ്ലോയി റിലേഷന്റെ രണ്ട് സ്വഭാവമാണ് പറഞ്ഞത്. കോംപ്ലക്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ്? ഒരു കോപ്പറേഷന്റെയും കോൺഫ്ലിക്റ്റിന്റെയും ഒരു മിക്സർ ആണ്. മൂന്നാമത്തെയാണ് ഇന്റർ ഡിസിപ്ലിനറി. വായിച്ചു കഴിഞ്ഞ് എല്ലാവരും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക എന്താ പറഞ്ഞേക്കണേന്നുള്ളത്. എന്നിട്ട് മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, അടുത്ത് നോക്കിയ മൂന്നാമത്തെ എന്താണ്? നേച്ചർ. എംപ്ലോയി റിലേഷന്റെ മറ്റൊരു നേച്ചറാണ് ഇന്റർ ഡിസിപ്ലിനറി. ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ എന്താ? പല പല ശാഖകളെ, പഠനശാഖകളെ സംയോജിപ്പിച്ചു കൊണ്ടുവരുന്നതാണ് ഒരു എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത്. ഇന്റർ ഡിസിപ്ലിനറി, അതാണ് അടുത്തൊരു നേച്ചർ, സ്വഭാവം. ഇൻഡസ്ട്രിയൽ റിലേഷൻ ക്യാൻ ബി കോൾഡ് ആൻ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ്. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് ആണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അതായത് പല പഠനശാഖകളെ സംയോജിപ്പിച്ചു കൊണ്ടുള്ളതാണ് ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ്
because it is not a fusion of multiple disciplines, rather it draws its components from various fields like sociology, then law, economics, psychology, political science, etc. ഏതൊക്കെയാണ് sociology, law, economics, psychology, political science തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള ആശയങ്ങള് ഇതില് ഉൾപ്പെടുന്നുണ്ട്. അതായത് ഒറ്റ ഇതില് മാത്രം നിൽക്കുന്നതല്ല. It's not a fusion of multiple disciplines, rather it draws its components from പല ഫീൽഡിൽ നിന്ന് various fields, sociology, law, economics, psychology, political science തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള ആശയങ്ങള് ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Hence, in a wider perspective, industrial relation is the interdisciplinary area. അപ്പോ ഒരു വൈഡർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ പറയുന്നത് എന്താണ്? ഇന്റർഡിസിപ്ലിനറി ഏരിയ ദാറ്റ് ഇൻക്ലൂഡ് എന്താണ്? ദ സ്റ്റഡി ഓഫ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഇൻഡിവിജ്വൽ അറ്റ് ദ വർക്ക് പ്ലേസ്. തൊഴിൽ സ്ഥലത്തെ, ജോലി സ്ഥലത്തെ ഇൻഡിവിജ്വൽസിന്റെ പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകള്, അതിനെക്കുറിച്ചുള്ള വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെക്കുറിച്ചുള്ള പഠനം ഉൾപ്പെടുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി ഏരിയ ആണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുമ്പോട്ടോ. Comprises ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാ വരുന്നേ? ഓഫ് ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ്, വ്യക്തികളെ കുറിച്ചുള്ള പഠനം. ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് who may or may not form a union or association. യൂണിയൻ അല്ലെങ്കിൽ അസോസിയേഷൻ രൂപീകരിക്കാൻ സാധ്യതയുള്ളതോ അല്ലാത്തതുമായ സാധ്യതയുള്ളതോ അല്ലാത്തതുമായ വർക്കേഴ്സിന്റെ ഗ്രൂപ്പുകള്. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ യൂണിയന്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, ഓർഗനൈസേഷൻ, ആറ്റിറ്റ്യൂഡ് ഓഫ് ദ യൂണിയൻ, ഓർഗനൈസേഷൻ ആൻഡ് എംപ്ലോയർ, അവരുടെ മനോഭാവം. The public policy or legal framework ruling terms of employment, then economic employment issues, and even the comparative analysis of industrial relation in various countries over various time zones. കണ്ടോ? അപ്പൊ എന്താ ഈ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? The study of individual groups of workers who may or may not form the union. ഒരു യൂണിയനോ അല്ലെങ്കിൽ അസോസിയേഷനോ രൂപീകരിക്കാൻ സാധ്യതയുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഓഫ് വർക്കേഴ്സ്, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള പഠനം. അതുപോലെ തന്നെ തൊഴിൽ ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഓഫ് ദ യൂണിയൻ, ഓർഗനൈസേഷൻ ആൻഡ് എംപ്ലോയർ. പബ്ലിക് പോളിസി, ലീഗൽ ഫ്രെയിം, പൊതുവായ നയം, അതുപോലെ തന്നെ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ചട്ടക്കൂട്, ലീഗൽ ഫ്രെയിംവർക്ക്, റൂളിംഗ് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റിനെ നിയന്ത്രിക്കുന്ന നിയമപരമായിട്ടുള്ള ചട്ടക്കൂട്. എംപ്ലോയ്മെന്റ് ഇഷ്യൂസ്, സാമ്പത്തികമായിട്ടുള്ള ശാസ്ത്രം, ഇതൊക്കെ തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉൾപ്പെടുന്ന കാര്യമാണ് ഇത് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. And even the comparative analysis of industrial relations system in various countries over various times. പല സമയങ്ങള്, വിവിധ സമയ മേഖലകളിലെ വിവിധ രാജ്യങ്ങളിലെ വ്യവസായ ബന്ധത്തിനെ താരതമ്യ വിശകലനം എന്നീ കാര്യങ്ങളെല്ലാം ഇൻഡസ്ട്രിയൽ റിലേഷനിൽ ഉൾപ്പെടുന്നു. അതിന് നിങ്ങൾ ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻഡസ്ട്രിയൽ റിലേഷൻ ഈസ് ഇന്റർഡിസിപ്ലിനറി ഏരിയ that include the study of various characteristics of an individual up to workplace. അത്രയൊന്നും നോക്കിയിട്ടാൽ മതി. പിന്നെ അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞേക്കണം? വേരിയസ് ഫീൽഡ് പറയുന്നില്ലേ, അതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇനി അടുത്ത് നോക്കിയ ഇന്റഗ്രേറ്റഡ് ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് ഹെൽപ്പ്. ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് എന്തിനും സഹായിക്കുന്നു? ഹെൽപ്പ് one to know industrial relation as an area that consists of ഏതൊക്കെ ഏരിയ ഉൾപ്പെടുന്ന different subjects such as grievance redressal, പരാതി പരിഹാരങ്ങള്, grievance redressal, collective bargaining, കൂട്ടായ വിലപേശൽ,
പേ ഫിക്സേഷൻ, സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പേയ്മെന്റുമായി ബന്ധപ്പെട്ടത്. എംപ്ലോയി ബെനിഫിറ്റ്, എംപ്ലോയിയുടെ ആനുകൂല്യങ്ങൾ. ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, സ്റ്റേറ്റ് ലേബർ പോളിസി, ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ സംഘർഷം തുടങ്ങിയ വ്യത്യസ്ത മേഖലകള്, തുടങ്ങിയ വിവിധ മേഖലകള്, വ്യത്യസ്ത വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയിലെ വ്യവസായ ബന്ധങ്ങളെ അറിയാനായിട്ട് ഇന്റഗ്രേറ്റഡ് ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് ഹെൽപ്പ് ചെയ്യും. ടു നോ ഇൻഡസ്ട്രിയൽ റിലേഷൻ, ഏതൊക്കെ ഈ ഏരിയകളിലൊക്കെ ഉൾപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനെ കുറിച്ച് അറിയാനായിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് ഹെൽപ്പ് ചെയ്യും. Then അടുത്ത ലാസ്റ്റത്തെ ഒരു നേച്ചർ നോക്കിയേ, മൾട്ടി ഡൈമെൻഷണൽ ഇൻ നേച്ചർ. മൾട്ടി ഡൈമെൻഷണൽ ഇൻ നേച്ചർ. ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡു നോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വെച്ചാൽ പ്രവർത്തിക്കുക, പർപ്പസ്ലെസ്ലി ഉദ്ദേശമില്ലാതെ പ്രവർത്തിക്കുന്നതല്ല. മൾട്ടി ഡൈമെൻഷൻ ഇൻ നേച്ചർ ആണ് അടുത്തൊരു സ്വഭാവത്തിൽ പറഞ്ഞേക്കുന്നത്. ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡു നോട്ട് ഓപ്പറേറ്റ് പർപ്പസ്ലെസ്ലി, പർപ്പസ് ഇല്ലാതെ, ആവശ്യമില്ലാതെ, ഉദ്ദേശമില്ലാതെ പ്രവർത്തിക്കുന്നതല്ല. Rather, it is a multi-dimensional nature and affected by the several factors. ഇത് multi-dimensional nature ആണ്. അത് പല ഫാക്ടേഴ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു multi-dimensional nature ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് തുടങ്ങിയൊക്കെ ഉൾപ്പെടുന്ന ഒരു ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങളെയൊക്കെ ഉൾപ്പെടുന്ന ഒരു multi-dimensional ഒരു നേച്ചർ ആണ് ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ആ 4 നേച്ചറിൽ വന്ന 4 പോയിന്റ്സും ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു, മിക്സർ ഓഫ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്ട്, കോപ്പറേഷൻ കോൺഫ്ലിക്ട് അതിന്റെ ഒരു മിക്സർ ആണെന്ന് പറഞ്ഞു, ഒരു ഇന്റർഡിസിപ്ലിനറി ഫീൽഡ് ആണെന്ന് പറഞ്ഞു, പിന്നെ ഏതാണ് മൾട്ടി ഡൈമെൻഷണൽ ഇൻ നേച്ചർ. മൾട്ടി ഡൈമെൻഷണൽ ഇൻ നേച്ചർ 4 പോയിന്റ്സ് ആണ് കേട്ടോ പറഞ്ഞല്ലോ. ഓക്കെ, കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ദ സ്കോപ്പ്, ആ ഒരു പാരഗ്രാഫ് കൂടി നോക്കാം കേട്ടോ. ദ സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻ. എന്താണ് എംപ്ലോയി റിലേഷന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്? സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻ. Scope of industrial relation comprises all sort of relation in an industry, like creating and nurturing. Nurturing എന്ന് പറഞ്ഞാൽ പരിപോഷിക്കുക. Useful and friendly labor management relations, industrial harmony and industrial demography. Industrial harmony എന്ന് പറഞ്ഞാൽ വ്യവസായപരമായിട്ടുള്ള ഒരു ഐക്യം, വ്യവസായ ജനാധിപത്യം, ഡെമോക്രസി. ലേബർ മാനേജ്മെന്റ് റിലേഷൻ, ഫ്രണ്ട്ലി ലേബർ മാനേജ്മെന്റ് റിലേഷൻസ്, ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്ന, പരിപോഷിക്കുന്ന ഒരു വ്യവസായത്തിലെ എല്ലാ തരം ബന്ധങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അതാണ് അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. സ്കോപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ കംപ്രൈസ് ചെയ്യുന്നത് ഉൾക്കൊള്ളുക. ഏത്? ഓൾ സോർട്ട് ഓഫ് റിലേഷൻ ഇൻ ആൻ ഇൻഡസ്ട്രി. ഒരു വ്യവസായത്തിലെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും ഉൾക്കൊള്ളുന്നു. ലൈക്ക് ഇതുപോലെ ക്രിയേറ്റിംഗ് ആൻഡ് നർച്ചറിംഗ് യൂസ്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി ലേബർ മാനേജ്മെന്റ് റിലേഷൻ, ഇൻഡസ്ട്രിയൽ ഹാർമണി വ്യവസായിക ഐക്യം, ഇൻഡസ്ട്രിയൽ ഡെമോക്രസി എന്നിവയൊക്കെ സൃഷ്ടിക്കുന്നതും അതുപോലെ പരിപോഷിക്കുന്നതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വ്യവസായത്തിലെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും ഉൾപ്പെടുന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. In any industry, the workers who work with each other, അല്ലെ? ഏതൊരു വ്യവസായത്തിലും അങ്ങനെ തന്നെയാണ്. വർക്കേഴ്സ് പരസ്പരം അവർ വർക്ക് ചെയ്യാണ്. നോട്ട് ഓൺലി ഇൻഫ്ലുവൻസ് ദ വർക്ക് റിലേഷൻ മാത്രമല്ല, ബട്ട് ഓൾസോ ഇൻഫ്ലുവൻസ് എന്തുകൂടി സ്വാധീനിക്കുന്നുണ്ട്? അവരുടെ സാമൂഹ്യമായിട്ടുള്ള, എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള, പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള, പ്രൊഫഷണൽ ആൻഡ് മോറൽ ലൈഫ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഡൂയിങ് ജോബ് അറ്റ് വേരിയസ് ഓർഗനൈസേഷൻ. ഉണ്ടോ? ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വർക്കേഴ്സ് പരസ്പരം എന്ത് ചെയ്തു? ബന്ധപ്പെട്ടാണ് അല്ലെ വർക്ക് ചെയ്യുന്നത്. വർക്കേഴ്സ് who work with each other in
വർക്ക് റിലേഷൻ മാത്രമല്ല അവിടെ ഈ പറയുന്ന സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, പ്രൊഫഷണൽ ആൻഡ് മോറൽ ലൈഫ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഡൂയിങ് ജോബ്സ് അറ്റ് വേരിയസ് ഓർഗനൈസേഷൻ. ഇതുമായിട്ടൊക്കെ അവർ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇൻഡസ്ട്രി ഈസ് എ സ്മോൾ സോഷ്യൽ യൂണിവേഴ്സ് ഇൻ ഇറ്റ്സെൽഫ്. ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു സാമൂഹിക യൂണിവേഴ്സ് ആണ്. And then currently the scope of employer relation comprises of the following fields. ഇപ്പോ ഇതിന്റെ സ്കോപ്പ് നമ്മൾ താഴെ പറയുന്ന ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ, സ്കോപ്പ് ഓഫ് എംപ്ലോയർ റിലേഷൻ എന്ന് പറഞ്ഞ ഒരു വ്യവസായത്തിലെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും ഇത് അതൊന്ന് അപ്ലൈ ചെയ്തിട്ടോ. കംപ്രൈസസ് ഓൾ സോർട്ട് ഓഫ് റിലേഷൻ ഇൻ ആൻ ഇൻഡസ്ട്രി. ഒരു വ്യവസായത്തിലെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും ഇത് ഉൾപ്പെടുന്നുണ്ട്. എംപ്ലോയിയും മാനേജ്മെന്റും തമ്മിലുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള ബന്ധം നിലനിർത്തുക, ഒരു വ്യവസായ ഐക്യം നിലനിർത്തുക, ഒരു ഇൻഡസ്ട്രിയൽ ഡെമോക്രസി, ജനാധിപത്യം, വ്യവസായ ജനാധിപത്യം ഇതിനെ നിലനിർത്തുക എന്നീ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുക. ഇതാണ് അതിന്റെ എംപ്ലോയർ റിലേഷന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും വർക്കേഴ്സിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അവരെങ്ങനെ വർക്ക് ചെയ്യുന്ന വർക്ക് പരസ്പരം അവര് ബന്ധപ്പെട്ടായിരിക്കുന്നത് അല്ലെ. അത് ജോലിയിൽ മാത്രമല്ല, വർക്ക് റിലേഷനിൽ മാത്രമല്ല, അത് കൂടാതെ അവരുടെ സോഷ്യൽ, സാമ്പത്തികമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള, പ്രൊഫഷണൽ, അതുപോലെ കൂടുതൽ മോറലായിട്ടുള്ള കാര്യങ്ങള്, ഇതൊക്കെ അവരുടെ ആ ജോലി ചെയ്യുന്നതില് അവരൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരു എംപ്ലോയി റിലേഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ആ പോയിന്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു ഇൻഡസ്ട്രിയൽ, ഒരു എംപ്ലോയർ റിലേഷൻ എന്ന് പറഞ്ഞ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ട് അവിടെ. ഒരു മാനേജ്മെന്റ് എംപ്ലോയിയും, എംപ്ലോയറും ഒരു എംപ്ലോയിയും, പിന്നെ എംപ്ലോയികൾ തമ്മിലുള്ളത്, മാനേജ്മെന്റും യൂണിയനും തമ്മിലുള്ളത് അല്ലെ. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഇതില് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങള് സ്കോപ്പ് ഫസ്റ്റ് പാരഗ്രാഫ് വരെയാണ് ഇന്ന് എടുത്തത്. അത്രയൊന്ന് വായിച്ചു വെച്ചേക്കും കേട്ടോ. ഒരുപാട് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ഇന്ന് ഞാനിപ്പോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റിലേക്ക് ഇട്ടേക്കാം. അത് നോക്കി വെക്കാം. പിന്നെ ജസ്റ്റ് ആ നമ്മുടെ ഏതാണ് നേച്ചർ, ആ നേച്ചറിൽ നമ്മൾ പറഞ്ഞ 4 പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക ഏതാണെന്നുള്ളത് കേട്ടോ. പിന്നെ അവിടെ 4 ഡെഫിനിഷൻസ് വരുന്നുണ്ട്. ഡെഫിനിഷൻ ബൈഹാർട്ട് ചെയ്യണ്ട. അവിടെ ഡാഷ് ഇട്ട് തരുമ്പോ അത് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ എംപ്ലോയി റിലേഷൻ എന്താണ്, ആ ഫസ്റ്റ് സെന്റൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. അത് എംപ്ലോയി റിലേഷൻ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ് കണ്ടോ, ആ ഡെഫിനിഷൻസ് നോക്കണം. പിന്നെ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്, അത് ഏതൊക്കെയാണ് നോക്കാം. ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞ 2 വേർഡാണല്ലോ. 2 വേർഡ്സ് ഏതാണ്, എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ 4 ഡെഫിനിഷൻസും കാര്യങ്ങളും, നേച്ചറിൽ 4 പോയിന്റ്സും ഒന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ സ്കോപ്പ് കുറച്ചെടുത്തോളൂ. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമേ എടുത്തുള്ളൂ. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ടെസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേടെ ആ മോക്ക് ടെസ്റ്റ് കൂടി ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഒരുപാട് എടുക്കുന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് തെളിയിക്കാനായിട്ടേ. അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ശരി. ബാക്കി അടുത്ത ക്ലാസ്സിൽ